നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. താങ്ക് യു. കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മനോഹര സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്ന പ്രിയ തോമസ് സാറ്, അതുപോലെ തന്നെ പ്രിയ നമ്മുടെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയ ജോർജ് സാറ്, എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. മനോഹരമായ പാട്ട് പാടിയ പ്രിയ മോളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമയം നമ്മൾ ഒട്ടും പാഴാക്കാതെ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സ്ട്രെസ്, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം എന്നുള്ളതാണ്. സാർ അതിന്റെ വിശദാംശങ്ങൾ നൽകും. വിലപ്പെട്ട ക്ലാസ് നഷ്ടമാകുവാൻ ഇടയാകാതെ എല്ലാവരും അത് കുറിച്ചെടുക്കുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു ക്ലാസ് കൂടെ സാറ് തുടർന്ന് എടുക്കുന്നതാണ്, ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീർന്നിട്ടില്ല എങ്കിൽ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ബഹുമാനരായ ഡോക്ടർ തോമസ് സാറിനെ വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. കഴിവുള്ളിടത്തോളം വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് ഉള്ള ഭാഷയിൽ പറയുവാനും അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് തീർക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഇംഗ്ലീഷ് പദങ്ങൾക്കും അതിൻ്റെ മലയാള വാക്കുകൾ എനിക്കറിയത്തില്ല. ജോസഫ് സാറോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സഹായിച്ചാൽ നല്ലതായിരിക്കും. കാരണം ജോസഫ് സാറും ഞാനും ഒക്കെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ ചേരുമ്പോൾ നിങ്ങൾക്ക് വല്ല നിർവാഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യണം. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങള് വീട്ടിലാണെന്നും അല്ലെങ്കിൽ ചിലപ്പോൾ യാത്രയിലാണെന്നും ഒക്കെ എനിക്കറിയാം. അപ്പൊ ഏതായാലും ഏത് സാഹചര്യത്തിലായാലും ക്യാമറ ഒന്ന് ഓൺ ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം ഈ പരസ്പരമായിട്ടുള്ള ബന്ധങ്ങള്, കാഴ്ചകള്, സമ്പർക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി പ്രയോജനം ചെയ്യും. കാരണം
നമ്മള് ഇരുട്ടിനോട് സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിൽ ഞാന് ഇരുട്ടിനോടാണ് സംസാരിക്കുന്നത്. ക്യാമറയിൽ ഒരു ഇരുട്ട് നിങ്ങളുടെ പേര് ചിലപ്പം കണ്ടേക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മള് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് അതിനെ കുറിച്ചൊന്ന്. ഓ, കറണ്ട് പോയോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് ആ വക കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സമ്മർദ്ദം, സ്ട്രെസ്, പിരിമുറക്കം. ഇന്ന് ലോകത്തിൽ എല്ലാവരും വളരെയധികം പിരിമുറുക്കത്തിലാണ് ജീവിക്കുന്നത്. അനേക ഭർത്താക്കന്മാര് പറയും, എൻ്റെ ജീവിതം വളരെ സമ്മർദ്ദത്തിലാണ്. അനേക ഭാര്യമാര് പറയും, എൻ്റെ ജീവിതം വളരെ പിരിമുറുക്കത്തിലാണ്. സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ പറയും, എൻ്റെ ജീവിതവും വളരെ പിരിമുറുക്കത്തിലാണ്. പാസ്റ്റർമാരോട് ചോദിച്ചാലും ഇത് തന്നെ പറയും. ഒരു കൂട്ടരെ പറയും, പിന്നെ എനിക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. സമ്മർദ്ദം കൂടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒളിച്ച് ഓടിപ്പോകുവാനായിട്ട് ശ്രമിക്കും. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾ ഈ കാലങ്ങളിൽ കാണുന്നതായിട്ടുള്ള പല ന്യൂസുകളും ഭയാനകമായിട്ടുള്ള ന്യൂസുകളാണ്. ഭയാനകമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അമ്മയും മക്കളും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഭയാനകമെന്ന് പറഞ്ഞാൽ അതിനപ്പുറമായിട്ടൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നിട്ടും നമ്മുടെ സമൂഹം നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളത് വളരെ വേദനയുള്ള സംഗതിയാണ്. അപ്പം ചിലരെ ചോദിക്കും, ഞങ്ങൾക്ക് എന്തോ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സഭകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ ആത്മഹത്യകൾ ഒത്തിരി ഇല്ലാതാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ സമൂഹം, ഗവൺമെന്റ്, സാമൂഹ്യ സംഘടനകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ അത് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുവാനാണ്. ഏകദേശം ഒരു മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരു 4 ആഴ്ച കഷ്ടിച്ച മുമ്പ്, എൻ്റെ ഒരു പോസ്റ്റർ കണ്ടതിന് ശേഷം നാട്ടിൽ നിന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചു. പറഞ്ഞു, സാർ എന്നെ സഹായിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ ജീവിതം കണ്ടു മടുത്തു. ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറെ യാതൊരു മാർഗവുമില്ല. പേരും നാളും അഥവാ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും എന്നെ കൊണ്ട് പറയുവാൻ സാധിക്കത്തില്ല. നാട്ടിലാണെന്ന് മാത്രം പറയാം. അതിൽ മറുഭാഗത്തിരിക്കുന്ന ആള് മതപരമായിട്ട് വളർന്ന ഉയർന്ന നിലയിലുള്ള വ്യക്തിയാണ്. മതം
മതം അദ്ദേഹത്തിന്റെ തലയ്ക്ക് അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കോമാളിത്തരമെന്നേ പറയത്തുള്ളൂ. ഇവരൊക്കെയാണ് ഈ മതത്തിന്റെ വിശ്വാസികളെ അന്ധതയിലേക്ക് തള്ളിവിടുന്നത്. ആ വ്യക്തി എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്ന് കൈ ഒടിഞ്ഞത്, പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ അവസാനം ഏകദേശം 50-60 മണിക്കൂറുകൾ 2-3 ആഴ്ച കൊണ്ട് ഞാൻ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. അനേകരെ ബന്ധപ്പെടുത്തി ഒരു ആശ്രയ സ്ഥാനത്തിനു വേണ്ടി ഞാൻ ശ്രമങ്ങൾ തുടങ്ങി, കാരണം ആത്മഹത്യയിൽ നിന്ന് മാറ്റുവാൻ. പക്ഷെ അതിനു മുമ്പ് തന്നെ, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഈ വ്യക്തി ഉറപ്പ് തന്നു, സാർ എന്നെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ ഞാൻ സഹകരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പ് തരാമെന്ന്. എനിക്കാണെങ്കിൽ തിരക്ക് 50-60 മണിക്കൂർ 3 ആഴ്ച ചെലവഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജോലി തിരക്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പക്ഷെങ്കിൽ ഞാനത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. ഇന്ന് ആ വ്യക്തി വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ജോലി തിരക്കിനിടയിൽ ഏകദേശം ഒരു 50-60 മണിക്കൂർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കുമല്ലോ. സമ്മർദ്ദം ജീവിതത്തിൽ വരുന്നത് ഒരു മാനസിക രോഗമല്ല. നമ്മൾക്കൊരു സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരവും നമ്മളുടെ വൈകാരികവുമായിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഈ സ്ട്രെസ് മൂലമുണ്ടാകുന്ന കുഴപ്പങ്ങൾ. നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾക്കെതിരായിട്ട് വരുമ്പോൾ നമ്മൾ സമ്മർദ്ദത്തിലാകും. ഒരു വാക്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പി നമ്മൾ ഒരു വലിയ കൂടം കൊണ്ടോ ചുറ്റിക കൊണ്ടോ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരുമ്പും ചിലപ്പോൾ പതിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സാധാരണഗതി. അല്ലെങ്കിൽ അത് ചൂടാക്കി കഴിയുമ്പോൾ അത് ഇടിച്ചു കഴിഞ്ഞാൽ അത് സമ്മർദ്ദത്തിലാകും. അപ്പൊ ആ സമയത്ത് വേറൊരു സംഭവം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിക്ലേശമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ മുറിപ്പാടുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ചതവും ഒടിവും ഒക്കെ ഉണ്ടാകും. നമ്മളിപ്പോൾ എത്ര നല്ല ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും ഒരു വലിയ തടിക്കഷ്ണം നിങ്ങൾ എടുത്തു, തേക്കിന്റെ ആയാൽ ഉൾപ്പെടെ, മഹാഗണി ആണെങ്കിലും നല്ല ഒരു ചുറ്റിക കൊണ്ട് അതിൻ്റെ മേളിൽ അടിച്ചു കഴിഞ്ഞാൽ ആ സമ്മർദ്ദം കൊണ്ട് ഒരു ചുളിവൊക്കെ ഉണ്ടാകും. ഇതാണ് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 1 സമ്മർദ്ദം, 2 ചുളിവുകൾ. അതായിരിക്കും നല്ല വാക്കെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ജോസഫ് സാറിന് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും വാക്കുണ്ടോ സാറേ? കേടുപാടുകൾ എന്ന് വേണമെങ്കിൽ ചേർക്കാം. കേടുപാടുകൾ ഉണ്ടാകും. അപ്പൊ ആ കേടുപാടുകൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത് തന്നെത്താൻ ഉണങ്ങും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ഇപ്പം തടിയാണെങ്കിൽ നമ്മൾ അത് ചീകിക്കളയേണ്ടതായിട്ട് വരും. പക്ഷെ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ചീളിക്കളയുവാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്.
അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ചുരുക്കമായിട്ട് പറയാൻ നോട്ട് എഴുതുന്നവർക്ക്, സ്ട്രെസ്, സമ്മർദ്ദം, പിരിമുറക്കം, ബാഹ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പുകള്, അടി, ഇടി, തൊഴിയൊക്കെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് ഇരുന്നു പോകും, മുറിവേൽക്കും. അപ്പൊ ഈ സ്ട്രെയിനും സ്ട്രെസ്സും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ തടിയും എല്ലാ ഇരുമ്പും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. അത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ. പല മനുഷ്യരും പല രീതിയിലാണ് അതിനെ പ്രതികരിക്കുന്നത്. അപ്പം ഒരാള് ഇങ്ങനെ പ്രതികരിച്ചു, മറ്റൊരാൾ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് നമ്മൾ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പ്രത്യേകിച്ച് രോഗം വരുമ്പോൾ നമ്മളിൽ പലരും പറയുന്ന ഒരു അബദ്ധമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഒരാൾക്ക് ക്യാൻസർ വരുന്നതും മറ്റേ ആൾക്ക് ക്യാൻസർ വരുന്നതും രണ്ടും രണ്ടാണ്. ഒരാൾ ചിലപ്പോൾ അത് ധൈര്യത്തോട് പ്രതികരിച്ചെന്ന് വരാം, മറ്റുള്ളവര് അല്പം ധൈര്യമില്ലാതെ പ്രതികരിച്ചെന്ന് പറയാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതെപ്പോഴാണ് മാനസിക രോഗമായി തീരുന്നെന്ന് ചോദിച്ചാൽ, ഈ സമ്മർദ്ദം, ഈ ഇരുത്തൽ, ഈ മുറിപ്പാടുകൾ വളരെ നാളുകൾ നീണ്ടു പോവുകയാണെങ്കിൽ, വളരെ നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളെന്നുള്ളതല്ല, ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മാനസിക ആരോഗ്യത്തെ തന്നെ ബാധിക്കും, സമനില തെറ്റും. അങ്ങനെ വരുമ്പോഴാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ആങ്സൈറ്റി എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അല്പസമയം പറയാം. ആങ്സൈറ്റി, വറി, ഭാരപ്പെടുക, ഇതിനോടനുബന്ധിച്ചാണ് വേദപുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നത്: നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. ആകാശത്തിലെ പറവകളെ, അല്ലെങ്കിൽ കിളികളെ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഇങ്ങനെയുള്ള ജീവികളെ ഒക്കെയും പരിപാലിക്കുന്ന ദൈവമുണ്ടെങ്കിൽ കുരുവികളെ നിങ്ങൾ നോക്കി പഠിപ്പീൻ. ആ കുരുവിയെ നോക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളെയും നോക്കുവാൻ സാധിക്കും. നമ്മൾ വറി ചെയ്യുന്നത് കൊണ്ടോ സ്ട്രെസ്സിൽ തളർന്നു പോകുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് നേടാനായിട്ട് സാധിക്കത്തില്ല. അത് വെറുതെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ അല്പം കൂടെ കഴിയുമ്പോഴാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത്, ഇരുത്തലിലേക്ക്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ രംഗത്തിലാണ് പലരും ആൽക്കഹോളും ഡ്രഗും കഴിക്കാൻ തുടങ്ങുന്നത്. കാരണം ചിലര് രസത്തിനു വേണ്ടി തുടങ്ങി, അത് വളരെ മോശമായ അവസ്ഥയിൽ തീരും. പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അവര് പറയുന്ന ഒരു വാക്കുണ്ട്: സാറേ, ഞങ്ങൾ ഒത്തിരി സ്ട്രെസ്സിൽ കൂടാണ് കടന്നു പോകുന്നത് എന്നുണ്ട്. കുറച്ചൊക്കെ സത്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ അത് പരിഹാരമല്ല. അത് പരിഹാരമായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കത്തില്ലായിരുന്നു. ധാരാളം സ്ട്രെസ്സിൽ കൂടി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺഇമാജിനബിൾ, പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള ജീവിത രംഗങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഞാൻ ഡ്രഗ് എടുക്കാനോ ആൽക്കഹോൾ എടുക്കാനോ പോകാതെ മറ്റു പല മാർഗങ്ങൾ ചെയ്തു. അതുകൊണ്ട് സമ്മർദ്ദം വരുമ്പോൾ ആൽക്കഹോളും ഡ്രഗും എടുക്കുക എന്ന് പറയുന്നതിനകത്ത് ഞാൻ വലിയ അർത്ഥം കൊടുക്കത്തില്ല. അത് നമ്മളും
നമ്മുടെ കുഞ്ഞുങ്ങളോടും സമൂഹത്തോടും പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാത്തിനും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരമില്ല. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ റിയാലിറ്റി തെറപ്പി, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന ചികിത്സാ രീതികൾ. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ യാത്ര ചെയ്തു, ആക്സിഡന്റിൽ പെട്ടു, നമ്മുടെ കാലുകൾ കൈകൾ നഷ്ടപ്പെട്ടു. വേദന ഉണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും, സമ്മർദ്ദം ജീവിതത്തിൽ ഉണ്ടാക്കും, ഒത്തിരി പിരിമുറുക്കം ഉണ്ടാകും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്. പക്ഷെങ്കിൽ അത് അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നല്ലത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പരീക്ഷയിൽ ജയിക്കും, പരീക്ഷയിൽ തോക്കും. ഇന്റർവ്യൂവിന് പോയാൽ ജയിക്കും, തോക്കും. നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. ആ സമയത്ത് ഓർമ്മയിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പലരും ആത്മഹത്യ ചെയ്യുന്നത് ഇന്റർവ്യൂവിന് തോറ്റു, പരീക്ഷയിൽ തോറ്റു. എന്നാൽ അത് നമ്മളെ നാശത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു മാർഗമായിട്ട് തീരരുത്. നിങ്ങളെല്ലാവരും അത് ചെയ്യണമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കപ്പെടുന്ന ഒരു തത്വം പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു സൈഡിൽ അത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, വിജയിക്കാതിരിക്കാനുള്ള 51% സാധ്യതയുണ്ട് എന്ന്. അപ്പൊ നിങ്ങൾ ഓർക്കും, എടാ ഈ ഡോക്ടർ എന്തിനാ അങ്ങനെ പറയുന്നെന്നുള്ളത്. അതിന്റെ കാരണം ഞാൻ പറയാം. ഇല്ല, സാധിക്കുകയില്ല എന്ന് എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോയി, ഇല്ല അതിന് നെഗറ്റീവാണ് റിപ്ലൈ തരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകുവാൻ ഇടയാകി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. അപ്പം നിങ്ങൾ ഒരു കൂട്ടരോട് ചോദിക്കും, അത് വിശ്വാസം വലിയോ വേണ്ടിയെന്നുള്ളത്. എനിക്ക് വിശ്വാസമുണ്ട്, വളരെയധികം വിശ്വാസമുണ്ട്, ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു, ലഭിക്കാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് എന്ത് പരാജയം വന്നെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ തന്നെ അതിന് ഇങ്ങേപ്പുറത്തൊരു പരിഹാര മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രെസ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് പോകുവാൻ ഇടയാക്കരുത്. ആങ്സൈറ്റിയുടെ മലയാളം എന്തോ സാറേ? ഉത്കണ്ഠാരോഗം. ഉത്കണ്ഠയുടെ അവസ്ഥയിലേക്ക് പോകാൻ ഇടയാകരുത്. ഉത്കണ്ഠ നമുക്കുണ്ട്, ഭാരങ്ങളുണ്ട്, ചോദ്യചിഹ്നങ്ങളുണ്ട്. പക്ഷെ അത് രോഗമായിട്ട് മാറരുത്. ആഹാരം നല്ലതാണ്, ആഹാരം ആവശ്യമുണ്ട്. പക്ഷെ അമിതാഹാരം നമുക്ക് ദോഷം ചെയ്യും. കാരണം ഈ ഉത്കണ്ഠയിലേക്ക് പോയി കഴിയുമ്പോൾ വറി നമുക്ക് ധാരാളം ഉണ്ടാകും. അന്നേരം വരുമ്പോഴാണ് ഈ പാനിക് അറ്റാക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ഒരു സമയത്ത് ജോലി സ്ഥലത്തുണ്ടായ സമ്മർദ്ദം കൊണ്ട് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഒരു പാനിക് അറ്റാക്കിന്റെ ഒരു ആരംഭ ലക്ഷണങ്ങൾ തുടങ്ങി. ആ ലക്ഷണം ഇപ്പോഴാ വന്നത്. എനിക്ക് ശ്വാസം എടുക്കാൻ ഒക്കുന്നില്ല, ശ്വസിക്കാൻ സാധിക്കുന്നില്ല ശരിക്ക്. തടസ്സം, മുറിയിലിരുന്നാൽ തടസ്സം, വെളിയിലിറങ്ങി നല്ല കാറ്റ് കൊണ്ടാൽ ഒരല്പം വ്യത്യാസം.
ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ആദ്യം അവരെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചിന്തിച്ചു. ലിവർ, അവിടെ വയറിലെങ്ങാനും വെള്ളം കെട്ടിപ്പടപ്പുണ്ടോ എന്ന് ചിന്തിച്ചു. ആശുപത്രിയിൽ 2-3 ദിവസം കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചർച്ചിൽ ഇരിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ഉണ്ടായപ്പോൾ എൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എന്നെ എത്രയും വേഗത്തിൽ ഇന്ന ആശുപത്രിയിൽ നിങ്ങളൊന്ന് കൊണ്ടുപോകണം. എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം, സ്പീഡിൽ പൊക്കോ, ലൈറ്റൊക്കെ ഇട്ട് പൊക്കോ, ആംബുലൻസ് വിളിക്കാനൊന്നും പോകണ്ട. വളരെ സ്പീഡിൽ ലൈറ്റും ഒക്കെ ഇട്ട് ആംബുലൻസ് ചെന്ന് ഞാൻ പരവേശത്തിൽ ഇരിക്കുന്ന കണ്ട് ഒരു വീൽ ചെയർ വന്ന് എന്നെ കൊണ്ടുപോയി. അപ്പൊ സാധാരണയുള്ള ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു മരുന്ന് ഞാൻ തരാം, ഒന്ന് നോക്കാം, എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പരിഹാരം ഉണ്ടാകും. അദ്ദേഹം വളരെ ചെറിയ ഒരു മരുന്ന്, ഒരു 5 മില്ലിഗ്രാമിന്റെ മരുന്ന് തന്നു. ഞാൻ സുഖമായി. മറ്റു ഡോക്ടർമാർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നോട് പറഞ്ഞു, ഈ മരുന്ന് എപ്പോഴും കൈ വെച്ചേക്കണം, പ്ലെയിനെ കയറുമ്പോഴും ദൂരയാത്ര. അതിനുശേഷം ഒരു പ്രാവശ്യം മറ്റേ ഇത് വന്നു. ഒത്തിരി നാൾ ഞാൻ ഈ മരുന്നുകൾ കൊണ്ട് നടന്നു. എന്നാൽ ഇപ്പം 10-15 വർഷമായി പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതാണ്. സമ്മർദ്ദത്തിന് എല്ലാത്തിനും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇത് നിമിത്തം നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, ഇരുത്തൽ. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അതായത് തുടർച്ചയായിട്ടുള്ള ദുഃഖഭാവങ്ങൾ, ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാകാതിരിക്കുക. താല്പര്യമെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഉള്ള വ്യക്തി, ഉത്കണ്ഠയുള്ള വ്യക്തി, ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ചിലര് കൂടുതൽ ആഹാരം കഴിക്കും, ചിലര് വളരെ കുറച്ചേ ആഹാരം കഴിക്കത്തുള്ളൂ. 2 വശങ്ങളും ഇതിനുണ്ടാകാം. ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചാലും വണ്ണം കൂടുകയും രോഗമുണ്ടാകും. ആഹാരം കഴിക്കുന്നില്ലെങ്കിലും ഉണ്ടാകും. കാരണം പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം ഒത്തിരി കഴിക്കുമെന്നില്ല. എല്ലാവർക്കും അങ്ങനല്ല. ചിലർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകാം. പിന്നെ ഈ സ്ട്രെസ്സും ഇത് വരുമ്പോഴാണ് സെക്ഷുവൽ ഫങ്ഷനിങ് ഒത്തിരി വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ചിലർക്ക് ആ കാര്യത്തിൽ താല്പര്യം ഒട്ടും ഉണ്ടാകയില്ല, ചിലർക്ക് അമിതമായിട്ടുള്ള താല്പര്യവും ഉണ്ടാകും. ആ സമയത്താണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അടിയും വഴക്കും ഒക്കെ ധാരാളം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ എല്ലാം നമ്മൾ ബാലൻസ് ആക്കി കാണുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടുന്ന പരിഹാരം കാണിക്കണം. പിന്നെ ഏറ്റവും ഒരു പേടിപ്പിക്കുന്ന സംഗതിയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതിനെ ഷോർട്ട് ഫോമിൽ PTSD എന്ന് പറയും. അതൊരു ഒരു പ്രയാസപ്പെടുത്തുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഞാൻ അങ്ങനെയുള്ള ഒത്തിരി വ്യക്തികൾ എൻ്റെ കീഴിൽ വന്ന് പോയിട്ടുണ്ട്. അതിൽ ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പട്ടാളക്കാരുടെ ഇടയിൽ അത് ധാരാളം ഉണ്ടാകാം. യുദ്ധങ്ങൾ, ഇപ്പൊ ഇറാഖ് യുദ്ധം നടന്നു, കുവൈറ്റ് യുദ്ധം, കാശ്മീർ, അല്ലെങ്കിൽ നമ്മുടെ ചൈന ഇന്ത്യ യുദ്ധങ്ങള്, വിയറ്റ്നാം, ഇവിടൊക്കെ പോകുന്ന പോരാളികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പാസ്റ്റർമാർക്ക് ഇതുണ്ടാകാം. സാധാരണ ജനങ്ങൾക്ക്, ഇപ്പൊ നമ്മൾ വഴിയാത്രയിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് നമ്മൾ കണ്ടു. നമ്മുടെ നേരെ മുമ്പിൽ ഒരു ബസ്സും ഒരു കാറും കൂട്ടിയിടിച്ച് ഒരു 4-5 പേര് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടാൽ ചില വ്യക്തികൾക്ക് ഈ സ്ട്രെസ് വന്നിട്ട് ഈ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചില ഹോസ്പിറ്റലുകളിലൊക്കെ
ട്രോമ സെന്റർ എന്ന് കണ്ടിട്ടില്ല? എമർജൻസി ഉള്ളതുകൊണ്ട് ചില ഹോസ്പിറ്റലൊക്കെ ട്രോമ സെന്റർ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അതിവേദന വന്നു കഴിയുമ്പോഴൊക്കെയാണ് അവിടെ പോകുന്നത്. പിന്നെ ഈ സംഗതി വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ഇത് തളർത്തി കഴിയും. നമ്മുടെ മസിലിന് ഒക്കെ ടെൻഷൻ ഉണ്ടാകും. ചിലപ്പോൾ മസിലുകൾ അനങ്ങാൻ തുടങ്ങും. പിന്നെ ദഹനക്കുറവ് സംഭവിക്കാം. പിന്നെ നമ്മൾ പലപ്പോഴും ഇറിറ്റബിൾ ആണ്. ഇറിറ്റബിൾ എന്നുള്ളതിന്റെ മലയാളം എന്തുവാ സാറേ? ഇറിറ്റബിൾ നമ്മള് നമ്മള് വളരെ അസ്വസ്ഥനാകും. എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്ന ഒരവസ്ഥ, അസ്വസ്ഥതയുള്ള ഒരു കാര്യം. ചിലപ്പം ചില ഭർത്താക്കന്മാരോട് ഒന്നും പറയാനൊക്കത്തില്ല, ചില ഭാര്യമാരോട് പറയാനൊക്കത്തില്ല, ചില മക്കളോട് പറയാനൊക്കത്തില്ല, ചില ഇടവകയിലുള്ള പള്ളിയിലുള്ള ശുശ്രൂഷ രംഗത്തുള്ള ചിലരോട് പറയാനൊക്കത്തില്ല. അവർ വളരെ ഇറിറ്റബിളാണ്. നമ്മൾ അവരോട് പിണങ്ങുകയല്ല ചെയ്യേണ്ടത്, അവരെ മനസ്സിലാക്കി അവരെ അതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റുവാനാണ് പോകേണ്ടത്. പിന്നെ ഈ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല, ശ്രദ്ധ കൊടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ പലർക്കും കുഞ്ഞുങ്ങളുള്ള സമയം ആണല്ലോ. നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് തലേ ദിവസം സ്ട്രെസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പരീക്ഷ ശരിയാകുകയില്ല. ബഹുമാനപ്പെട്ട ജോസഫ് സാറിനൊക്കെ അത് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകും, ടീച്ചറായിരുന്നത് കൊണ്ട്. ഞാൻ ഒരു പരീക്ഷയിൽ എൻ്റെ ഡോക്ടറേറ്റിന്റെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ആദ്യം പോയപ്പോൾ ഞാൻ തോറ്റുപോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സർജറി വേണമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം പോയി. വിദേശ രാജ്യത്താണ്. അപ്പൊ സ്ട്രെസ് വന്നപ്പോൾ ഞാൻ ഓർത്തിരുന്ന കാര്യങ്ങളൊക്കെ എന്തോ ചെയ്തു, മറന്നുപോയി. എല്ലാവരും എന്നോട് എഗ്രി ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയാം. അതായത് സ്ട്രെസ്സിനോട് കൂടി പരീക്ഷ എഴുതാൻ പോയാൽ പഠിച്ചതെല്ലാം ചിലപ്പോൾ മറന്നു പോയെന്ന് വന്നേക്കാം. കഴിവുണ്ടെങ്കിൽ പലരും പല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തേക്കാം, അഡ്വൈസ് തന്നേക്കാം. എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് പരീക്ഷയ്ക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ഈ പഠനമൊക്കെ അങ്ങ് നിർത്തണം. കാരണം ഇതിനു മുമ്പേ ഏകദേശം 1 വർഷം മാസങ്ങൾ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലയോ, അത് ഉപയോഗിക്കണം. അപ്പൊ അന്നേരം പന്തും കളിച്ച് അവിടെ ഇവിടെ നോക്കി നടന്നാൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ ഒക്കത്തില്ല. ഒരു ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്താൽ 1 വർഷം നമുക്കുള്ളത് അന്നു മുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, തുടക്കം മുതൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനൊരു സിലബസ്, ഒരു രീതി ഉണ്ടായിരിക്കണം. അല്ലാതെ അവസാന നിമിഷം സ്ട്രെസ് വന്നാൽ ഈ ഉള്ളതുപോലും മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാം. ഇനിയും ഈ സ്ട്രെസ്സിന് എന്താണ് പരിഹാരമെന്ന് ഞാനൊന്ന് പറയാം. ഒന്ന്, എല്ലാ സ്ട്രെസ്സിനും മരുന്നിന്റെ ആവശ്യമില്ല. എല്ലാ സ്ട്രെസ്സിനും നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും കാണണമെന്നില്ല. അതൊരു മാനസിക രോഗ അവസ്ഥയിലേക്ക്, സ്ഥിരമായിട്ടുള്ള ഒരു വറിയിലേക്ക്, സ്ഥിരമായിട്ടുള്ള ഒരു ആങ്സൈറ്റിയിലേക്ക്, സ്ഥിരമായിട്ടുള്ള അമിത ഭക്ഷണ കഴിപ്പിലേക്ക്, സ്ഥിരമായിട്ട് സെക്സിലൊന്നും താല്പര്യമില്ലാതെയോ അമിത താല്പര്യം കാണിക്കുകയോ, എപ്പോഴും മുന്നോട്ടൊന്നും പോകാൻ ആഗ്രഹമില്ലാതെ ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഡോക്ടറെ കാണണം. സാധാരണഗതിയിലാണെങ്കിൽ എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിൽ നിന്ന്
നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ തേടുക. പിന്നെ നിങ്ങളിൽ മിക്കവാറും പേര് ചർച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കൊത്തിരി സഹായിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്നോട് പിണങ്ങല് ഞാനത് തുറന്നു പറയുന്നതിൽ. ഈ സ്റ്റേജിലൊക്കെ കയറി നിറന്ന് വലിയ ബഹളങ്ങളും വലിയ അട്ടഹാസങ്ങളും നടത്തുന്നതിന് പകരം ശാന്തമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ശാന്തമായിട്ട്, അല്ലാതെ വലിയ അട്ടഹാസമോ ബഹളങ്ങളോ വലിയ ഡ്രാമയൊന്നും അല്ല മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ആ സ്വാധീനം താൽക്കാലികമായിട്ടുള്ളതാണ്. ഞാൻ പലയിടത്തും പല ചർച്ചകളും ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മള് ഈ കാണിക്കുന്നതായിട്ടുള്ള ചർച്ചകളിലെ ബഹളങ്ങളും അട്ടഹാസങ്ങളും ഈ ശബ്ദമുയർത്തിയുള്ള പരിപാടികളുമൊക്കെ ഒരു 12 മണി 1 മണി കഴിയുമ്പോൾ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കണം. അത് പലപ്പോഴും അത് ഉപയോഗശൂന്യമായിട്ട് തീരും. ഇന്ന് മനുഷ്യന്റെ സ്ട്രെസ് കൂടിയിരിക്കുന്ന സമയത്ത് ബഹളങ്ങളല്ല, ശാന്തമായിട്ട് അവരെ വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഞാൻ അവിടെ നിലമ്പൂര് വന്നപ്പോൾ അറിഞ്ഞല്ലോ, ജോസഫ് സാറൊക്കെ കൂടുന്ന ആ ചർച്ചിൽ ഞാൻ പോയിരുന്നു. സാമാന്യം നല്ല രീതിയിൽ നടത്തുന്ന ഒരു ചർച്ചാണ്. വചനം പഠിപ്പിക്കുക, ജനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം കൊടുക്കാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റൂടെ ഉള്ളൂ, 18 മിനിറ്റൂടെ. നിങ്ങൾക്കും എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ വരുന്ന ഒരാഴ്ച കൂടി ഞാൻ ക്ലാസ് എടുക്കാം. അത് സമ്മർദ്ദത്തെക്കുറിച്ച് മാത്രമല്ല. ഒന്നാമത്തെ ചോദ്യം, യേശു സമ്മർദ്ദത്തിലായിട്ടുണ്ടോ? യേശു സമ്മർദ്ദത്തിലായെങ്കിൽ ഏത് രീതിയിൽ യേശു അത് കൈകാര്യം ചെയ്തു? നമ്മളൊരു പഠന വിഷയം, ഞാൻ ഇന്നേ നിമിഷം വരെ ഒരു ചർച്ചിലും ഒരു പാസ്റ്ററും അത് പ്രസംഗിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. ചില വ്യക്തികൾ ഞാനിത് പറയുമ്പോൾ ഓർക്കും, ഈ ഡോക്ടർ ആള് ശരിയല്ലല്ലോ എന്നുള്ളത്. എന്നാൽ യേശു സമ്മർദ്ദത്തിലായിട്ടുണ്ട്. യേശു അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. നമുക്കത് മാതൃകയാക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഒത്തെങ്കിൽ സമയമുണ്ടെങ്കിൽ ഈ റിലീജിയൻ കൊണ്ടുണ്ടാകുന്ന ട്രോമയെ കുറിച്ചും നമുക്കൊന്നിച്ചിരുന്ന് പഠിക്കാം. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത് ഹെൽപ്ഫുൾ ആകും. ഇനിയും ഈ റിലീജിയസ് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സിന് കാരണമായി തീരാറുണ്ട്. ഞാനതൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങളാരും എന്നോട് പിണങ്ങരുത് കേട്ടോ. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. റിലീജിയൻ can be a source of stress and anxiety. റിലീജിയ മതസമ്മർദ്ദങ്ങൾ, ഞാനെന്തോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ഒരു ചർച്ചിനെ കുറിച്ചോ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചല്ല പറയുന്നത്. സമ്മർദ്ദങ്ങൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സൈഡിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ വേറൊരു സൈഡിൽ സപ്പോർട്ടുണ്ട്, നമ്മൾക്ക് പ്രത്യാശ തരുന്നുണ്ട്. അത് ഞാൻ അവസാനം ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. ഈ റിലീജിയസിന്റെ ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ അതിനൊരു വാക്കുണ്ട്, സ്ക്രൂപ്ലോസിറ്റി. സ്പെല്ലിംഗ് വേണേ ഞാൻ പറയാം, SCRUPLOSITY.
RUPULOSITY. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എക്സ്ട്രീം ആയിരിക്കും നമ്മുടെ പല കാര്യങ്ങളും. എക്സ്ട്രീംലി കെയർഫുൾ ആണ് നന്മയാണോ തിന്മയാണോ ചെയ്യാൻ പോകുന്നെന്നുള്ള ഒരു ഭയങ്കര ഉത്കണ്ഠ നമ്മുടെ മനസ്സിൽ വരും. അത് ആക്യുറേറ്റ് ആണോ, അത് എക്സാക്റ്റ് ആണോ, അത് മോറലി റിലീജിയസ്ലി റൈറ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം നമ്മളെ അഭിമുഖീകരിക്കും. നിങ്ങളൊക്കെ ചിലപ്പം കേട്ട് കാണുന്ന ഒരു മാനസിക രോഗത്തിന്റെ ഒരു പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. OCD എന്ന് കേട്ടിട്ടുണ്ടോ? ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതായത് നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ കൈ കഴുകുന്ന വ്യക്തി പല പ്രാവശ്യം കൈ കഴുകിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റൗ നോക്കും, ഞാനും നോക്കും. പക്ഷെ അതൊരു രോഗമായിട്ട് മാറരുത്. ഇപ്പൊ നാട്ടിലെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, നിലമ്പൂരിൽ നിന്നൊരാള് പെരുമ്പാവൂർക്ക് പോവാണെന്ന് വെച്ചോണം. പകുതി വഴി വന്നപ്പം ഒരു ചെറിയ സംശയം, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നറിഞ്ഞ് തിരിച്ചു വരിക. വന്നപ്പോൾ സ്റ്റൗവിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പം ധാരാളമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴുകി, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കഴുകുക, അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം കഴിക്കുന്നതിന് മുമ്പ് കഴുകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗത്തിൽ ആളിനെ ഒരു ഓക്കെ. ഫോൺ ആരെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഒന്ന്. അപ്പോൾ അങ്ങനെയുള്ളത്, ഇപ്പൊ ഒരു ഉടുപ്പ് തേച്ചു കഴിഞ്ഞു, അയൺ ചെയ്തു, കുഴപ്പമില്ല. ഇടുന്നതിന് മുമ്പേ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് എടുത്ത് ഒന്നുകൂടെ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു കമ്പൾസീവായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ ജീവിത രീതികൾ പോകുകയാണെങ്കിൽ അതാണ് ഒരു രോഗമെന്ന് പറയുന്നത്. വൃത്തി വേണ്ട എന്നല്ല. അപ്പൊ റിലീജിയസിൽ ഇത് വരുമ്പോഴുള്ള കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഒരു ഗിൽറ്റ് ഫീലിംഗ് നമ്മളെ ഭരിക്കും, ആങ്സൈറ്റി നമ്മളെ ഭരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് നമ്മളെ രക്ഷിക്കപ്പെട്ടു കർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. പക്ഷെ 24 മണിക്കൂറും ഞാൻ സ്വർഗത്തിൽ പോവോ, ഞാൻ സ്വർഗത്തിൽ പോവോ, ഞാൻ നരകത്തിൽ ലിലിയെ പോകുന്നു, ഞാൻ നരകത്തിൽ ലിലിയെ പോകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എവിടോ കാര്യമായിട്ടുള്ള ഒരു തകരാറ് സംഭവിക്കുന്നുണ്ട്. കാരണം ഈ അതിവിശുദ്ധിക്ക് പോകുന്നതും വളരെ ഭയാനകമായിട്ടുള്ള ഫലങ്ങൾ നമുക്കുണ്ടാകും. വിശുദ്ധി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. വിശുദ്ധി വേണം, നന്മ വേണം, നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ഇന്ന് സഭയിൽ പ്രസംഗിക്കുന്നവരും സഭയിലെ പല പഠിപ്പീരുകളും, ഞാനത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, അനേക മതങ്ങളിൽ ഒരു വല്ലാത്ത ഗിൽറ്റ് നമുക്കുണ്ടാക്കി തരുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. എല്ലാ ഞായറാഴ്ചകളിലും പ്രസംഗത്തിൽ ഈ അട്ടഹസിച്ചോണ്ട് നിങ്ങൾ എല്ലാം നരകത്തിൽ പോകും എന്നുള്ള ഒരവസ്ഥയിലേക്ക് പരരുത്. നമുക്ക് കുറച്ച് ശാന്തത ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയാൽ അവരുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റി കോൺഷ്യൻസ്,
ഒരു കുറ്റബോധത്തിന്റെ മനസ്സിലാണ് ആ ഒരവസ്ഥയിൽ മനുഷ്യനെ ജീവിക്കാൻ നമ്മൾ എപ്പോഴും പ്രേരിപ്പിക്കരുത്. തെറ്റ് ചെയ്താൽ പാപത്തിന് ക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ ശാന്തമായിട്ട് വേണം ചെയ്യാൻ. കാരണം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ പറഞ്ഞ, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. ഞാൻ ഒന്നുകൂടെ അത് പറയാം. ഇന്ത്യ രാജ്യം 47-ൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. 48-ലും സംശയത്തിലാണ് ജീവിക്കുന്ന ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് കണ്ടാൽ എന്തോ കാര്യമായ തകരാറുണ്ട്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം തന്നെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് നമ്മൾ ജീവിക്കണം. പിന്നെ ഈ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മള് സഭകളെല്ലാം ഇന്ന് ഒത്തിരി പരാജയപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു വലിയ ലിസ്റ്റ് ഓഫ് മൊറാലിറ്റി ഉണ്ട്. പല ലിസ്റ്റിലും വേദപുസ്തകവുമായിട്ട് ബന്ധമുള്ള സംഗതികളൊന്നുമല്ല. അത് ഈയിടെ ഞാനൊരു ഇവിടെയുള്ള ഒരു വ്യക്തിയുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പം പറഞ്ഞു, ഒരാൾ ഒരു കാര്യം പറഞ്ഞു, വേറൊരാൾ അത് കേട്ടു, വേറൊരാൾ അത് പ്രചരിപ്പിച്ചു. പക്ഷെ സത്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മൊറാലിറ്റി എന്ന് പറയുന്ന സംഗതി, മൊറാലിറ്റിയുടെ മലയാളം എന്തുവാ സാറേ? ധാർമ്മിക ബോധം. ധാർമ്മിക ബോധം. ധാർമ്മിക ബോധം വേണം. നമ്മുടെ ജീവിതം ധാർമ്മികതയിൽ അടിയുറച്ചതായിരിക്കണം. പക്ഷെ എല്ലാത്തിനും അങ്ങോട്ട് അതിവിശുദ്ധി കൊടുത്ത്, ഞാനിത് ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയല്ല, എക്സാമ്പിൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് ചില രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ വളരെ അതിവിശുദ്ധി കാണിച്ചിട്ട് എന്തെല്ലാം സമ്മർദ്ദത്തിലാക്കി തീർക്കുന്നുണ്ട് മനുഷ്യനെ. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയാം, എല്ലാം എന്തോ ചെയ്യണം? ചന്തവും ഉചിതവുമായിട്ടാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ സഭാജനങ്ങളെ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മുടെ അയൽവക്കത്തുള്ള വ്യക്തികളെ, നമ്മുടെ സ്കൂളിലുള്ള വ്യക്തികളെ നമ്മൾ സമ്മർദ്ദത്തിലാക്കുന്നതൊന്നും ചെയ്യരുത്. നമുക്ക് പറയാം, ഉപദേശിക്കാം, ഗുണദോഷിക്കാം, പക്ഷെ സമ്മർദ്ദത്തിൽ നമ്മൾ ആക്കരുത്. കാരണം സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാലുള്ള കുഴപ്പം, ചിലപ്പോൾ ഈ സമ്മർദ്ദത്തിലാക്കുന്ന വ്യക്തി എന്തോ ചെയ്യുമെന്നറിയാമോ? അവര് അതിൽ നിന്ന് നമ്മളോട് എതിർപ്പ് കാണിക്കും. അവര് പലപ്പോഴും ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുവാനും അതിന് കാരണയായി തീരാറുണ്ട്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ റിലീജിയസ് ആയിട്ടുള്ള OCD ഉള്ള അവസ്ഥയിൽ ഇന്ന് ധാരാളം വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് സമാധാനമില്ല. അവരെന്നും ദുഃഖത്തിലാണ്. അവരെന്നും അവർക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ശുശ്രൂഷയിലുള്ള നിങ്ങളെല്ലാവരും നിങ്ങളോട് തന്നെ ചോദിക്കണം, എൻ്റെ പരിപാലനത്തിലുള്ള ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ അവർക്ക് ഞാൻ സ്ട്രെസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ജനങ്ങളും അത് ചിന്തിക്കണം. അന്യോന്യം സ്ട്രെസ് കൊടുത്ത് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ട്രോമയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകാം, ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ആക്സിഡന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകാം. പിന്നെ ജോലി സ്ഥലത്ത് നമുക്ക് ധാരാളം സ്ട്രെസ്സുകൾ ഉണ്ടാകാം. എല്ലാ ജോലിയിലും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ജോലി രാജിവെച്ച് വേറെ ജോലി തേടി പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ ഫൈനാൻഷ്യലായിട്ട് സ്ട്രെസ് നമുക്ക് ധാരാളം ഉണ്ടാകും. അത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം
നമ്മൾ പഠിക്കണം. ബഹുമാനപ്പെട്ട ജോസഫ് സാറെ അടുത്ത വർഷമെങ്കിലും ആരെ കൊണ്ടെങ്കിലും ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുപ്പിക്കണം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്കിപ്പോൾ പ്രതിമാസം 10,000 രൂപയെ കിട്ടുന്നുള്ളെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. 50,000 കിട്ടുന്ന ആള് ജീവിക്കുന്നത് പോലെ 10,000 കിട്ടുന്ന ആളിന് ജീവിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അത് നമ്മളൊന്ന് പഠിപ്പിക്കണം ആളുകളെ. പിന്നെ ഈ സ്ട്രെസ്സിൽ റിലേഷൻഷിപ്പുമായിട്ടുള്ള വിഷയങ്ങൾ, സ്ട്രെസ് വരുമ്പോൾ ഏത് രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. ഞാൻ എൻ്റെ ഭാര്യയോട് ചിലപ്പം പറയാറുണ്ട്, ഞാൻ തിരക്കിലാണ്, ഞാനിത് ചെയ്യുകയാണ്, പിന്നെ ഞാൻ സംസാരിക്കാമെന്ന്. കാരണം ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ഒത്തില്ലെന്ന് വന്നേക്കാം. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ലൈഫ് ചേഞ്ചസ് വരുമ്പോൾ ധാരാളം സ്ട്രെസ് ഉണ്ടാകും. ചിലർക്ക് ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹമുണ്ട്, ചിലർക്ക് ട്രാൻസ്ഫറിന് ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് അതേത് വന്നാലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനിരിക്കണം. പിന്നെ അവസാനമായിട്ടൊരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വി ആർ അവർ ബ്രദേഴ്സ് കീപ്പേഴ്സ്. നീ നിന്റെ അയൽക്കാരൻ്റെ, നിന്റെ സഹോദരൻ്റെ എന്തോ ഒരു വാക്ക് എന്തോ സാറേ മലയാളം, കാവൽക്കാരൻ. നമ്മളെല്ലാവരും മറ്റുള്ളവന്റെ കാവൽക്കാരനാണ്. അപ്പം കഴിവുള്ളിടത്തോളം വേറൊരാൾക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കാൻ നമ്മളാൽ ആവോളം നമ്മൾ ശ്രമിക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അടുത്ത ഒരാഴ്ച കൂടെ ഞാൻ ക്ലാസ് എടുക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ബാങ്കിൽ പോകണം, അതിൻ്റെ ഇടയ്ക്ക് ആഹാരം കഴിക്കണം, അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകണം, അത് കഴിഞ്ഞിട്ട് നാളത്തെ ഒരു ക്ലാസ്സിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അധികം സ്ട്രെസ് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3-4 മിനിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. സാറേ, യേശു സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നു? യെസ്, പറഞ്ഞോ. യേശു സമ്മർദ്ദത്തിലായിരുന്നു അതിനെ കുറിച്ച് സാറ് തൊട്ടുപോയതേ ഉള്ളൂ, അതിനെ കുറിച്ച് സംസാരിച്ചില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ആഴ്ചയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. കാരണം അതൊരു വലിയ വിഷയമായതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അത് പറയുവാനായിട്ട്, ഒരു മണിക്കൂറിൽ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ സാർ, ഓക്കെ. യേശു സമ്മർദ്ദത്തിലായിട്ടുണ്ട്, യേശു അതിനെ വിജയകരമായിട്ട് കൈകാര്യവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനൊത്തിരി തെളിവുകളുണ്ട്. സമ്മർദ്ദത്തിലായില്ലെന്നാണോ പലരുടെയും വിചാരം? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. യേശു സമ്മർദ്ദത്തിലാകേണ്ട ആവശ്യമുണ്ടോ? ഇത് ദൈവ നിശ്ചയമല്ലേ? യേശു ഇതെല്ലാം സഹിക്കണമെന്നുള്ള ദൈവം. യേശു സമ്മർദ്ദത്തിലായോ? എനിക്ക് സംശയമുണ്ട്. അല്ല, സംശയമുണ്ട്. യേശു ദൈവമായിരുന്നു എങ്കിൽ പോലും യേശു പൂർണ്ണമായ ഒരു മനുഷ്യനായിരുന്നു. പൂർണ്ണമായ മനുഷ്യനായിട്ട് ആ ഭൂമിയിൽ വന്നത്. തന്നെത്താൻ ഒരിക്കലും ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനം എടുത്തിട്ടില്ല. പൂർണ്ണ മനുഷ്യനായിരുന്നത് കൊണ്ട് സമ്മർദ്ദം ഉണ്ടായി. മനുഷ്യൻ എല്ലാവർക്കും ഉണ്ടാകുന്ന സമ്മർദ്ദം യേശുവിനും ഉണ്ടായി. പക്ഷെ അത് ഡ്രമാറ്റിക്കലി വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ രണ്ടാമത്തെ വിഷയം സാർ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് കൗൺസിലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് ഒരു ക്ലാസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാകുന്നത് നന്നായിരിക്കും. കേട്ടോ ജോസഫ് സാറേ, അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ഈ പ്രാവശ്യം ഇനി നമുക്ക് 2-3 ക്ലാസ്സുകളെ അവശേഷിക്കുന്നുള്ളൂ. അതിലൊന്ന് സാറ് എടുക്കണം. പിന്നെ
നോക്കട്ടെ, നമുക്ക് ഒരാളെ കിട്ടുകയാണെങ്കിൽ എടുക്കാം, ഒരു ക്ലാസ് എടുക്കാം. ഓക്കെ, ആ ഇല്ലെങ്കിൽ അടുത്ത ബാച്ചിൽ ഏതായാലും ഉൾപ്പെടുത്താം. ആ തീർച്ചയായും അടുത്ത ബാച്ചിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ. ഒരു ചോദ്യം കൂടെ ഉണ്ടെ ചോദിക്കാം, പിന്നെ നമുക്ക് നിർത്താം കേട്ടോ. ആർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടെ ചോദിക്കാം. പിന്നെ ഈ കൗൺസിലിംഗ് ക്ലാസ്സിൽ ഇല്ലാത്ത ചിലരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു മാലതി ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരാണ് അല്ലാതെ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് പരിചയപ്പെട്ടാൽ നല്ലതായിരിക്കും. ഈ അതായത് കംഫോർട്ടർ ക്ലാസിന്റെ അംഗങ്ങളല്ലാത്ത ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് പരിചയപ്പെട്ടാൽ നല്ലതായിരിക്കും. ഞാനൊരു 5 മിനിറ്റ് കൂടെ കമ്പ്യൂട്ടറിൽ കാണും. ഓക്കെ, ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ജോസഫ് സാറേ, യു ക്യാൻ ടേക്ക് ഓവർ. ഓക്കെ, അപ്പൊ സാറ് അടുത്ത തിങ്കളാഴ്ച കൂടെ സാറ് എടുക്കാമെന്ന് എടുക്കുമല്ലോ അല്ലേ? നെക്സ്റ്റ് മൺഡേ. യെസ്, പക്ഷെങ്കിൽ എടുക്കണം. എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ 11 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും സൈൻ ചെയ്യണം. ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും സമയം. എല്ലാവരും 5 മിനിറ്റ് മുമ്പ് എത്തിച്ചേരുന്നതാണ്. എല്ലാവരും 5 മിനിറ്റ് മുമ്പേ നിങ്ങൾ സൈൻ ചെയ്യണം. കാരണം സമയം വളരെ വിലയേറിയതാണ്. ഓക്കെ സാറേ. ഓക്കെ, സ്ട്രെസ് മാനേജ്മെന്റ് ഒന്ന് കാര്യമായിട്ട് കണ്ടിന്യൂവേഷൻ. ഓക്കെ, കർത്താവിന്റെ തിരുനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾ ചിലരെല്ലാം ഫോമുകൾ പൂരിപ്പിച്ച് സുഹൃത്തുക്കൾ വശം തന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതുപോലുള്ള ക്ലാസ്സുകൾ വളരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനമാണെന്ന് ബോധ്യമായി കാണുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചിലെ ദൈവദാസനെയോ അല്ലെങ്കിൽ ചർച്ചുള്ള സുഹൃത്തുക്കളെ ഒരാളെയെങ്കിലും നിങ്ങൾ നമ്മുടെ 3ാമത്തെ ബാച്ചിലേക്ക് ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ ഏതാണ്ട് 90 പേരായിട്ടുണ്ട്. ഒരു 100 പേരെങ്കിലും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരാളെയെങ്കിലും അയക്കണം. അവരുടെ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അയച്ചു തരണമേ എന്ന് കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. എബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ എബ്രഹാം. പ്രാർത്ഥിക്കാം. നല്ല മനോഹരമായ ക്ലാസ് നമുക്ക് നൽകി തന്നുവല്ലോ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഈ സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരുണ്ടെന്ന് നമ്മൾ കേട്ടു. നമുക്കത് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവരെയും കൂടെ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലാസ് സാറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ സ്നേഹം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നല്ലോ. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഈ വിഷമസന്ധിയെ അതിജീവിക്കുവാനുള്ള ആ വലിയ കൃപ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് അനേകർ സമ്മർദ്ദത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ കേട്ടു. കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. സമ്മർദ്ദ നിമിത്തം കരകയറാൻ കഴിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നു. അങ്ങനെയുള്ളവരെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്ന് അവരുടെ ജീവിതം ശോഭനമാക്കി തീർക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ക്ലാസ് കാരണമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ക്ലാസ് എടുത്ത സാറിനെ കർത്താവും മാനിച്ച് അനുഗ്രഹിക്കണം. അനേകർക്ക് ആശ്വാസത്തിന് തന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോസഫ് സാറിനെ, ജോർജ് സാറിനെ ഒക്കെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ നാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ആശീർവാദം കൂടെ പറഞ്ഞ ഭാഷ. ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടി കൂട്ടായ്മ അനുകരിച്ചിരിക്കാൻ സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നമ്മോടും ക്ലാസ് സാറിനോടും ഈ സൂം മീറ്റിങ്ങിനോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മൂലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ, വേഗം വരണം. ഇതിൽ മാലതി നാരായണൻ